BJP നേതാവ് സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, നേരത്തെ തന്നെ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ആ സിനിമയ്ക്കെതിരെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിൽ പലരും രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. അത് കേരളത്തെ താറടിച്ച് കാണിക്കുന്ന ഒരു സിനിമയാണ് എന്ന തരത്തിൽ വിമർശനമുണ്ട്. സിനിമകൾക്ക് സ്വതന്ത്ര സ്വഭാവമുണ്ട് എന്നതിലൊന്നും തർക്കമില്ല. അതിപ്പോൾ കേരളമെന്നോ തമിഴ്നാടെന്നോ അല്ലെങ്കിൽ ഉത്തർപ്രദേശെന്നോ ഒക്കെയുള്ള തരത്തിൽ അത് രചയിതാവിൻ്റെയും സൃഷ്ടാക്കളുടെയും ഒക്കെ ഔചിത്യം അനുസരിച്ചിരിക്കും. എങ്കിൽ പോലും ഇത് കൃത്യമായ ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമ ഇപ്പോൾ രൂപത തന്നെ പ്രദർശിപ്പിക്കുന്നു. അതിൽ രൂപതയുടെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചു കാണും. അതൊരു സിനിമാ നിരൂപണത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് രൂപത പറയുന്നത്. അങ്ങനെ ഒന്ന് മാത്രമായി വിലയിരുത്താൻ സാധിക്കുമോ? ഈ സിനിമ അങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രത്തിന്റെ പട്ടികയിലേക്ക് വന്ന ഒന്ന് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒന്നാമതായി ഈ കേരള സ്റ്റോറീസ് ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറായ ഇടുക്കി രൂപതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇത്തരത്തിൽ നാട്ടിൽ നടക്കുന്ന ചതികളെക്കുറിച്ച്, വഞ്ചനകളെക്കുറിച്ച് പ്രത്യേക അജണ്ട വെച്ച് നമ്മുടെ പെൺകുട്ടികളെ അല്ലെങ്കിൽ ആൺകുട്ടികളെയൊക്കെ മതപരിവർത്തനം ചെയ്ത് വിദേശ രാഷ്ട്രങ്ങളിൽ കൊണ്ടുപോയി മതഭീകരവാദ സംഘടനകളുടെ കളിപ്പാവുകളാക്കി മാറ്റി അവരുടെ കൈകളിലേക്ക് ആയുധം കൊടുത്തുവിട്ടുകൊണ്ട് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഇത്തരം ഭീകരപ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന ഇത്തരം ചിത്രശക്തികളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ യുവതലമുറയ്ക്ക് ആവശ്യമുണ്ട്. അവരിൽ പല ആളുകൾക്കും എന്താണ് ലോകത്ത് നടക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി രൂപതയെ പോലെയുള്ള ഒരു സംവിധാനം ഇത്തരം ചലച്ചിത്രം പ്രദർശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക. അവിടെ എനിക്ക് മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്, ഇടുക്കി രൂപത ഉൾപ്പെടെയുള്ള സഭകൾ അതല്ലെങ്കിൽ സംഘടനകൾ ഇവരൊക്കെ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. കേരളത്തിലെ ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. വളരെ ആഴത്തിൽ വേരുകളുള്ള സംവിധാനമാണ് ക്രിസ്ത്യൻ സഭകളുടേത്, ഇടുക്കി രൂപതയുടേത്. അവർ ഈ സമൂഹത്തിൽ നിന്ന് അവർക്ക് ധാരാളം ഇൻപുട്സ് കിട്ടുന്നുണ്ട്. അവർ നിത്യേന ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ധാരാളം ഒരുപക്ഷെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പ്രയാസമുള്ളത് കുടുംബത്തിന്റെ അഭിമാന ബോധം ഓർത്തുകൊണ്ട് മറ്റ് പല കാരണങ്ങളാലും പോലീസിലോ സർക്കാരിലോ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത നൂറുകണക്കിന് സംഭവങ്ങൾ ഓരോ ദിവസവും ഈ സഭാ നേതൃത്വത്തിന്റെയും ഒപ്പം മറ്റ് വിവിധ വിഭാഗങ്ങളുടെ സംഘടനകളിലേക്ക് മുന്നിലെത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെ കിട്ടുന്ന ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന അഭിപ്രായമാണ് ഇവരെല്ലാം പുറത്തു പറയുന്നത്. മാധ്യമപ്രവർത്തകർ AC റൂമിലിരുന്ന് ചില്ലിട്ട റൂമിലിരുന്ന് സർക്കാർ കൊടുക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷം സൃഷ്ടിക്കുന്ന നറേറ്റീവ് വിളിച്ചു പറയുന്നതിനപ്പുറം നിങ്ങൾക്ക് കേരളത്തെ പൊതുസമൂഹവുമായി ഒരു കണക്റ്റും ഇല്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള സംഗതി. തിരുവനന്തപുരത്ത് AC റൂമിലിരുന്ന് നിങ്ങൾ വായിക്കുന്ന വാർത്തയല്ല കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് ആദ്യം മനസ്സിലാക്കണം. അല്ല, ഞങ്ങൾ AC റൂമിലിരുന്നാണ് വാർത്ത വായിക്കുന്നത്. ശരിയാണ്. ഈ AC റൂം ഞങ്ങൾക്ക് തണുപ്പ് അടിക്കാൻ വേണ്ടി അല്ല ശ്രീ സന്ദീപ് വാര്യർ. ഇവിടെ ഒരുപാട് ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അത് താങ്കൾക്ക് ഇപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ ചൂട് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ ചൂടത്ത് ഇതൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോകും. പക്ഷെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് AC ധരിച്ചിട്ടുള്ള കുപ്പായം ധരിച്ചുകൊണ്ടൊന്നുമല്ല. അത് താങ്കളും ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ AC റൂമിലിരുന്ന് സംസാരിക്കുന്നു എന്നൊന്നും പറയേണ്ട. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതേ ചൂടേറ്റ് തന്നെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, ഇലക്ട്രോണിക് എക്യുപ്മെന്റുകൾ പൊട്ടിത്തെറിക്കുന്നതാണ് പ്രശ്നമുണ്ടെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലുള്ള ചൂട് കൊണ്ടായിരിക്കില്ല അത് പൊട്ടിത്തെറിക്കുന്നത്. നിങ്ങൾ പറയുന്ന നുണയുടെ ആധിക്യം കൊണ്ടായിരിക്കും അത് പൊട്ടിത്തെറിക്കാൻ പോകുന്നത്. അല്ല, അങ്ങനെ മെഷീൻ സംവിധാനമുണ്ടോ, സാങ്കേതിക സംവിധാനമുണ്ടോ എന്ന് എനിക്കറിയില്ല. നുണ പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന മെഷീനൊക്കെ ഈ കൊച്ചുകുട്ടികളെയൊക്കെ പറ്റിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. താങ്കൾക്ക് അങ്ങനെ അറിവുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു. അല്ല, ഈ ചൂടത്ത് ഇലക്ട്രോണിക് മെഷീൻ പൊട്ടിത്തെറിക്കുമെന്ന അറിവ് താങ്കൾക്കുള്ളതിൽ അങ്ങനെ അനുഭവം ഉള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് അങ്ങനെ ലൈവ് വ്യൂ എന്ന എക്യുപ്മെന്റ്സ് ചൂട് കൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സുഹൃത്തെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച്. അതുകൊണ്ട് തന്നെയാണ് താങ്കളോട് അത് പറഞ്ഞത്. അതിനാണ് AC ഉപയോഗിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് പല ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും പല സാഹചര്യങ്ങളിലും പൊട്ടിത്തെറിക്കാറുണ്ട്. തണുപ്പുള്ള രാജ്യങ്ങളിലും പൊട്ടിത്തെറിക്കാറുണ്ട്. അത് ചൂട് കൊണ്ട് പൊട്ടിത്തെറിച്ചാണ് തെളിയിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ വരുന്നില്ല. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ മാധ്യമങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷവും ഇവിടുത്തെ ജിഹാദി ഭീകര സംഘടനകളും ഉണ്ടാക്കിയിട്ടുള്ള നറേറ്റീവ് വിജയിപ്പിക്കാൻ വേണ്ടി അത്യുധ്വാനം ചെയ്യുകയാണ്. അതിന്റെ ഫലം നിങ്ങൾ ഫാദറിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് മുനവച്ച ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? ആരാണ് സോണിയ സെബാസ്റ്റ്യൻ? ആരാണ് നിമിഷ ഫാത്തിമ? കേരളത്തിൽ നിന്ന് പോയി അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ വെക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് അല്ല, എന്റെ ചോദ്യങ്ങൾ മുനവെച്ചാണെങ്കിൽ താങ്കൾ അവരുടെ ഉത്തരം കേട്ടല്ലോ. താങ്കൾ എവിടെയാണ് ഈ പറഞ്ഞ പേരുകളെ കുറിച്ച് ആ ഫാദർ സംസാരിച്ചതായി കേട്ടത്? ആ ഫാദറിന് അത്തരം പേരുകൾ തുറന്നു പറയുന്നതിനുള്ള പരിമിതി ഉണ്ടാവും. എനിക്ക് ആ പരിമിതി ഇല്ല, മനസ്സിലായല്ലോ.
എനിക്ക് ആ പരിമിതിയില്ല. നിങ്ങൾ പരിമിതിയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ പറയുന്നുണ്ടാവില്ല. ഞാൻ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഞാൻ തിരുവനന്തപുരത്ത് AC റൂമിലാണ് ഇരിക്കുന്നത് എന്ന്. എനിക്ക് എങ്ങനെയാണ് സന്ദീപ് വാര്യർ ഒരു ഫാദറിനെ ഭീഷണിപ്പെടുത്താൻ സാധിക്കുക? ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നു. പറയാം, ഈ ഭീഷണി എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ടല്ലോ. കാരണം ഒരു സഭയുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു അച്ഛൻ വരുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയും അദ്ദേഹം ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളും ഒക്കെ വളരെ സൂക്ഷിച്ചു വേണമെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് താങ്കളും ശ്രദ്ധിച്ചിട്ട് കാണും. എന്റെ ചോദ്യം വളരെ കൃത്യമായിരുന്നു. പ്രണയ ചതിയെ കുറിച്ചാണ് വിഷയമെങ്കിൽ അത് ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഇസ്ലാം മതത്തിലും ബുദ്ധനും ജൈനും പാഴ്സിയും സിഖും ഒക്കെ പരിശോധിച്ചാൽ അത്തരം പ്രണയ ചതികളുണ്ട്. അത് പെൺകുട്ടികൾക്ക് മാത്രം ബാധകമാകുന്ന ഒന്നല്ല, ആൺകുട്ടികളും ഇത്തരം ചതികളിൽ പെട്ടുപോകാറുണ്ട്. പക്ഷെ കേരള സ്റ്റോറി എന്നത് അങ്ങനെയൊരു പ്രണയചതിയുമായി ബന്ധപ്പെട്ട തീമേ അല്ല. അത് കൃത്യമായി മതാടിസ്ഥാനത്തിലുള്ള ആ മതത്തിലേക്ക് ഇതര മതസ്ഥരായ ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി പ്രണയം നടിച്ചെത്തിക്കുന്നു. അതാണ് പ്രമേയം. ആ പ്രമേയത്തെ ആണോ ഉൾക്കൊള്ളുന്നത്? ആ പ്രമേയം കൃത്യമായി അവതരിപ്പിക്കുകയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞോട്ടെ, തടസ്സപ്പെടുത്തണ്ട. ഈ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അന്യവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അതായത് നിങ്ങൾ പറയുന്ന ബുദ്ധ ജൈന പാഴ്സി അല്ലെങ്കിൽ മതമില്ലാത്ത ഏതെങ്കിലും വിഭാഗക്കാർ പ്രണയം നടിക്കുകയും പ്രണയിച്ചതിന് ശേഷം മറ്റൊരാളെ കൊണ്ട് അറേഞ്ച് ചെയ്ത് വിവാഹം കഴിപ്പിക്കുകയും അതിനുശേഷം അഫ്ഗാനിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ കടത്തുകയും ചെയ്തിട്ട് ഏതെങ്കിലും റിപ്പോർട്ടുണ്ടോ? ഇല്ലല്ലോ. എവിടെയാ റിപ്പോർട്ടുള്ളത്? നിമിഷയെ ആരാ കൊണ്ടുപോയത്? സോണിയെ ആരാ കൊണ്ടുപോയത്? മെർലിനെ ആരാ കൊണ്ടുപോയത്? ഈ പെൺകുട്ടികളൊക്കെ ജയിലിൽ കിടക്കുകയാണേ. ആ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ പച്ച നുണ ഇങ്ങനെ മാധ്യമങ്ങളോട് അടിച്ചുവിടാൻ അസാമാന്യമായ അല്ല, ഇതിൽ എന്താണ് താങ്കൾ ഈ പച്ച നുണ എന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് താങ്കൾ എന്റെ ചോദ്യങ്ങളിൽ എന്ത് നുണയാണ് താങ്കൾക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത്? ഞാൻ താങ്കളോട് ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തികളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നില്ല എന്ന് ഏതെങ്കിലും ചോദ്യത്തിൽ പറഞ്ഞോ? ഞാൻ വസ്തുതാപരമായി താങ്കളുമായി ആർഗ്യൂ ചെയ്തോ? ആ ഫാദറുമായി ഞാൻ നിമിഷ ഫാത്തിമ എന്ന വിഷയം കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴാണ് അദ്ദേഹവുമായി ആർഗ്യൂ ചെയ്തു എന്ന് താങ്കൾ കണ്ടെത്തുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ നരേഷൻ നടത്തുന്നു എന്ന് കണ്ടെത്തില്ല. എവിടെ നിന്ന് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാതെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ തടസ്സപ്പെട്ടായിരിക്കും. നിങ്ങളുടെ ആർഗ്യുമെന്റ് പൊളിയുമ്പോഴാണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ആ ഇടുക്കി രൂപതയുടെ വക്താവിനോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ചില വാക്കുകൾ കിട്ടാനും ചില പ്രയോഗങ്ങൾ കിട്ടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ പേരിൽ നിങ്ങൾ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹത്തിന് ആ രീതിയിൽ മറുപടി പറയാൻ സൗകര്യമില്ല. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാണ്. ആ കാര്യങ്ങൾ അവർ പ്രദർശിപ്പിച്ചു. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന എന്തിനാന്നുള്ളത് വ്യക്തമാണ്, അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുനവച്ച ചോദ്യങ്ങളാണ്. നിങ്ങളുടെ ആവശ്യമുള്ള നറേറ്റീവ് എന്താ? ഇവിടെ അത്തരത്തിലൊരു പ്രണയച്ചതിയില്ല. മതപരമായി ചില ആളുകൾ അങ്ങനെ പ്രണയച്ചതി ഉണ്ടെങ്കിൽ അതാ ഫാദറാണ് പറയേണ്ടത്. സന്ദീപ് വാര്യർ, അങ്ങനെയുണ്ടോ എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. താങ്കൾക്കും അത് പറയാം. താങ്കൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയാം. അതിൽ ആരാണ് തടസ്സപ്പെടുത്തുന്നത്? പടയ്ക്കാതെ ഞാനങ്ങ് പറയുന്നത്, ഇവിടെ നിങ്ങൾ അച്ഛനോട് ചോദിക്കുന്ന ചോദ്യത്തിലെ ദുരുദ്ദേശം കൃത്യമായി മനസ്സിലായത് കൊണ്ടാണ് അദ്ദേഹം വളരെ തന്ത്രപരമായി അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞത്. എനിക്ക് ആ പരിമിതികളില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ പ്രണയച്ചതിയുണ്ട്. മതപരമായി സംഘടിതമായി ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ മതം മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമം നടന്നിട്ടുണ്ട്. ഇവിടുന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, മതം മാറ്റിയിട്ടുണ്ട്, ഭീകരവാദ സംഘടനകളെ ഭാഗമാക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെയും സിറിയയിലെയും ജയിലുകളിൽ മലയാളി പെൺകുട്ടികൾ കിടക്കുന്നുണ്ട്. അവരുടെ കുട്ടികൾ ഇപ്പൊ അവിടെയുണ്ട്. അവരുടെ ഭർത്താക്കന്മാർ എന്ന് പറയുന്ന ജിഹാദികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ ഈ കേരള സ്റ്റോറീസ് കേരളത്തെ അപമാനിക്കാനുള്ളതാണ് എന്ന നറേറ്റീവ് ഉണ്ടാക്കുന്നവർ വാസ്തവത്തിൽ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. സത്യത്തെ സത്യമല്ലാതാക്കി തീർക്കാൻ വേണ്ടി ഇരട്ടിപ്പണി എടുക്കുന്നവരാണ്. ഇവിടുത്തെ ജിഹാദി ഭീകര സംഘടനകളുടെ പറ്റുബുക്കിലുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളുമാണ് ഈ തരത്തിൽ കേരള സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, കേരളത്തിൽ അതൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറ്റുബുക്കിൽ പേരുള്ളവരും സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ പറഞ്ഞതുപോലെ ദുബായിലും ഗൾഫ് രാഷ്ട്രങ്ങളിലും പോയി ഈന്തപ്പഴവും പെർഫ്യൂമും വാങ്ങുന്നവരും അത്തരത്തിലുള്ള സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നവരും, അതുപോലെ തന്നെ നമ്മുടെ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഞങ്ങൾ മൈക്ക് കൊടുക്കും, പ്രസംഗിപ്പിക്കും, അവർക്കത് സന്തോഷമാണ്, അങ്ങനെ ഞങ്ങളുടെ ആളാക്കി മാറ്റും എന്ന് ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ അങ്ങനെ അവരുടെ ആളുകളായി മാറിപ്പോയവരാണ് ഇത്തരത്തിൽ ന്യായീകരണ തൊഴിലാളികളായിട്ട് രംഗത്ത് വന്നിട്ട്. കേരള സ്റ്റോറീസ് പറഞ്ഞ ഓരോ കാര്യവും വസ്തുതാപരമാണ്. പൂർണ്ണമായും സത്യസന്ധമായിട്ടുള്ള ഒരു സിനിമയാണ് കേരള സ്റ്റോറീസ്. ഒരു സംശയവും വേണ്ട.
തീർച്ചയായും താങ്കളുടെ നിലപാട് അതാണ്. കേരള സ്റ്റോറീസ് എന്നത് പൂർണ്ണമായും സത്യസന്ധമായ ഒരു സിനിമയാണ് എന്നതാണ്. എങ്കിൽ അങ്ങനെ ഒരു നിലപാട് രൂപത മറുപടിയായി നൽകുന്നില്ല. എന്തിനിങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിച്ചു എന്നതിന് അത് കുട്ടികൾക്ക് നൽകിയ ആക്ടിവിറ്റീസിന്റെ ഭാഗമായി സിനിമാ നിരൂപണത്തിന് വേണ്ടി നൽകിയത് എന്നാണ് രൂപതയുടെ മീഡിയ കോർഡിനേറ്റർ ഞങ്ങളോട് പ്രതികരിച്ചത്.